Hello, this is part 4 of Making Lived Experiences Matter. പാർട്ട് 1, 2, 3 കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ വികാരങ്ങളെക്കുറിച്ചാണ്, ഇമോഷൻസ്. ആൻഡ് വി സെഡ് ഇമോഷൻസ് ആർ ഇമോഷൻസ് ഓർ എനർജി ഇൻ മോഷൻസ്. ഇതൊരു എനർജിയാണ്. ഇത് തുടങ്ങുന്നത് നമ്മുടെ ബ്രെയിനിന് അൺപ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ എനിത്തിങ് അൺനോൺ അല്ലെങ്കിൽ സംതിങ് അൺക്ലിയർ വരുമ്പം ഫസ്റ്റ് വരുന്ന വികാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വിച്ച് ഇസ് ആങ്സൈറ്റി, വേർ നമുക്കൊരു സേഫ് ആയിട്ട് ഫീൽ ഇല്ല. നമുക്കൊരു അയ്യോ ഇതൊരു സേഫ് അല്ലല്ലോ, എനിക്ക് അവിടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, സംതിങ് യു ഫീൽ നോട്ട് സേഫ് അറൗണ്ട് യു. അത് പല പല കാരണങ്ങൾ കൊണ്ടാവാം. ബട്ട് അപ്പോഴാണ് പതുക്കെ പതുക്കെ ആ ആങ്സൈറ്റി എന്നുള്ള വികാരം ഓർ ദാറ്റ് എനർജി കംസ് വേർ നമ്മുടെ ബോഡി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങും. അയ്യോ യുനോ ബി ഹോൾഡ് ബാക്ക്, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, നമുക്ക് സേഫ് ആവണം, നമുക്ക് സേഫ്റ്റിയിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റി കിട്ടുന്നത് എവിടെയാ? സെക്കൻഡ്, നമ്മളിപ്പോൾ കുഞ്ഞി വാവകൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആങ്സൈറ്റി is your birth cry. It's the first, I would call it the first, what do you say, the panic attack we all get, because നമ്മൾ വളരെ സേഫ് ആയിട്ട് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ഇങ്ങനെ കിടക്കുമ്പം പെട്ടെന്നൊരു ദിവസം യു ആർ കമ്മിങ് ഔട്ട് ആൻഡ് ടു മച്ച് ഓഫ് പ്രഷർ ചേഞ്ചസ്, ഒരുപാട് കാറ്റ് ലങ്സിലേക്ക് പോകുന്നു, ആൾക്കാർ തൊടുന്നു, ദർ ഇസ് ടു മച്ച് ആൻഡ് ദർ ഇസ് എ huge cry because there is a huge, the biggest change in our life is from the womb to the outside world. അതാണ് ഏറ്റവും വലിയൊരു ഐ എം നോട്ട് സേഫ് എന്നുള്ളത് കുഞ്ഞി വാവകൾക്ക് തോന്നുന്നത്. ബിക്കോസ് ആ സമയത്ത് ആ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദ സർവൈവൽ ബ്രെയിൻ ഓർ വാട്ട് വി കോൾ ആസ് എ റെപ്റ്റൈൽ ബ്രെയിൻ ഓർ ആങ്സൈറ്റി ബ്രെയിൻ, പല പല പേരുകൾ, അത് that feels unsafe because it is a sudden change, unpredictable, unknown, what is happening to me, and we cry. അപ്പോൾ ഹൗ ഡസ് ദിസ് ബേബി ഫീൽ സേഫ്? നമ്മൾ ഓർക്കുവാണെങ്കിൽ നമ്മൾ കുഞ്ഞി വാവകളെ ഹോസ്പിറ്റൽസിൽ നോക്കിക്കഴിഞ്ഞാൽ യു റാപ്പ് ദം അപ്പ് ആൻഡ് യു ഹോൾഡ് ദം, ടച്ച്, സ്കിൻ ടു സ്കിൻ ടച്ച് കൊടുക്കും, ടാക്ടൈൽ അല്ലെങ്കിൽ ബോഡി ടു ബോഡി ടച്ച്, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പതുക്കെ സേഫായിട്ട് ഫീൽ ചെയ്യണം, വിച്ച് ഇസ് എ സെൻസറി അല്ലേ, ടാക്ടൈൽ. പിന്നെ നമ്മൾ ചെയ്യണം, നമ്മൾ ആട്ടും, ആൻഡ് ഓഫ് കോഴ്സ് വി ഫീഡ് ഫുഡ് ബിക്കംസ് യുവർ ഫസ്റ്റ് സേഫ്റ്റി ഫീലിംഗ് ബിക്കോസ് ദാറ്റ് ഇസ് എ സർവൈവൽ നീഡ് ഇല്ലേ. സോ ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദിസ് പല പല റീസൺസ് ഓഫ് ഫീലിംഗ് സേഫ്റ്റി, വി നീഡ് ടു നോ ദാറ്റ് ഇതൊരു എനർജി വരുമ്പം നമുക്ക് സെക്കൻഡ് ലെവലിലാണ് പോയാലാണ് ഈ നമ്മൾ സേഫാണ്, ഈ ആങ്സൈറ്റിക്ക് ഒരു സമാധാനം കിട്ടുന്നത്. ഇത് സെക്കൻഡ് ലെവലിൽ യു ഫീൽ ലവ്ഡ് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് യുവർ എൻവയൺമെൻറ്റ്. ഓ എനിക്ക് ആരോ ഉണ്ട്, ആരോ എനിക്ക് ഇങ്ങനെ പേടി വന്നപ്പം ആരോ എന്നെ ചേർത്ത് പിടിച്ചു, എനിക്ക് സേഫായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പം ഇത് തന്നെത്താനെ ഈ എനർജി വച്ചിട്ട് എന്ത് ചെയ്യണം, ദേ ഡോണ്ട് നോ ഹൗ ടു റെഗുലേറ്റ്. അപ്പോൾ അവരെന്താ ചെയ്യണേ, അവർ ഈ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യും. എങ്ങനെയാ ചെറിയ കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുന്നത്? കരയും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹ്യൂജ് ക്രൈ, മോസ്റ്റ്ലി ദേ ക്രൈ ആൻഡ് സ്ക്രീം. അപ്പം നമ്മൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ്സ് ലേണിംഗ് ഇസ്, കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ബട്ട് ഇഫ് യു നോട്ടീസ്, സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് തിങ് കുഞ്ഞി വാവളെ തന്നെ നമ്മൾ പറയുന്നത് എന്താ അവരോട്? ഓ പോട്ടെ പോട്ടെ, കരയണ്ട 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 കരയണ്ട. യു ബേസിക്കലി അൺനോയിങ്ലി നമ്മളുടെ ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ കുഞ്ഞി വാവകളുടെ അടുത്ത് തന്നെ പറയണേ, പോട്ടെ പോട്ടെ പോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ക്രൈ. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ആർ ഹോൾഡിങ് ദം ക്ലോസ് ഓൾസോ. ഇവിടെ വരുമ്പോൾ പക്ഷെ ഇതേ പാറ്റേൺസ് നമ്മൾ കുട്ടികൾ വലുതാവുമ്പോഴും, ഇഫ് യു ആർ കോൺസ്റ്റൻ്റ്ലി പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം ദെയർ ഇമോഷൻസ്, ഈ വികാരം കുഞ്ഞ് എക്സ്പ്രസ് ചെയ്യുമ്പം അഫ്കോഴ്സ് അറ്റ് ദ സെക്കൻഡ് ലെവൽ വി നീഡ് ടു ഹോൾഡ് ദം ക്ലോസ്. അതാരും ആവട്ടെ, കുഞ്ഞു വാവകളാവാം, വലിയ കുട്ടികളാവാം, അഡൾട്ട്സും ആവാം, ആരെങ്കിലും ഒരാൾ ഈ വികാരം നമ്മളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ഈ വികാരം ആങ്സൈറ്റി ആയിട്ടായിരിക്കാം, സങ്കടമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവൽ ലൈക്ക് വി ഡിസ്കസ്ഡ് ഇൻ പാർട്ട് 3 ആങ്കർ ആയിട്ടായിരിക്കാം. ബേസിക്കലി ദിസ് ഇസ് എൻ ഇമോഷൻ. ഈ എനർജി അവരുടെ ദേഹത്തിൽ നിന്ന്, അവരുടെ ഉള്ളിൽ നിന്ന് വന്നതിൽ, അവർക്ക് ഉള്ളിൽ നിന്ന് ആണ് വികാരങ്ങൾ വരുന്നത്. അത് എക്സ്പ്രസ് ചെയ്യാണ് മറ്റൊരാളിലേക്ക്. അത് നമ്മളാണ് എങ്കിൽ what we need to first give them or provide them is a safe
ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ സ്പേസ്. ബിക്കോസ് ഈ ആങ്സൈറ്റി, നമ്മൾക്കറിയാം എല്ലാ വികാരങ്ങളും ആങ്സൈറ്റിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ സേഫായിട്ട് ഫീൽ ചെയ്യണം. നമ്മൾ അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു സേഫ് സ്പേസാണ് കൊടുക്കേണ്ടത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇൻ പേരൻറ്റിങ്, നമ്മൾക്ക് ആസ് പേരൻസ്, ഞാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അമ്മമാരും അച്ഛന്മാരാകുമ്പോൾ വി വാണ്ട് ടു ഇമ്മീഡിയറ്റ്ലി പ്രൊട്ടക്റ്റ് അവർ ചിൽഡ്രൻ ഫ്രം ഇമോഷൻസ്, വിച്ച് ഇസ് ആങ്സൈറ്റി വന്നാൽ ഉടനെ ആ പേടി അങ്ങ് മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ ഉടനെ ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ. ഓർ സങ്കടം വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെടണം, എന്നാ പിടിച്ചോ, യു നോട്ട് ടേക്ക് ദിസ് ഓർ ഡു ദാറ്റ് ഓർ ഡു ദിസ്, ക്വിക്ക് ഫിക്സ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് റീസൺ ചെയ്ത് അവരുടെ ആങ്സൈറ്റീസും സങ്കടങ്ങളും ദേഷ്യങ്ങളും മാറ്റാനുള്ള ഒരു അൺനോയിങ്ലി, ഔട്ട് ഓഫ് ലവ്, ഇത് നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ലവ് വി ഓൾ ഡു ദാറ്റ് ആസ് പേരൻസ് ബൈ ട്രൈങ് ടു പ്രൊട്ടക്റ്റ് അവർ ചിൽഡ്രൻ ഫ്രം ഇമോഷൻസ് വിച്ച് ആർ നെസസറി. പക്ഷെ ഈ വികാരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇത് ബ്രെയിനിന് വേണ്ടുന്ന ആഹാരമാണ്. ഇറ്റ്സ് ഫുഡ് ഫോർ അസ്, ഇറ്റ്സ് ആൻ എനർജി. ബിക്കോസ് ആങ്സൈറ്റി വേണം, സങ്കടങ്ങൾ വരണം, ദേഷ്യം വരണം. ദീസ് ആർ നോർമൽ ഇമോഷൻസ്. ഓർ ഈ വികാരങ്ങൾ നമ്മുടെ എനിമീസ് അല്ല. ദിസ് ഇസ് ജസ്റ്റ് എനർജി. ബിക്കോസ് കുറച്ച് ആങ്സൈറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്നത്. ഇറ്റ്സ് എനർജി ടു ഹെൽപ്പ് us ഡു തിങ്സ് ആൻഡ് സർവൈവ് ഇൻ ദ വേൾഡ് ആൻഡ് ലിവ് ആൻഡ് ഫേസ് പ്രോബ്ലം. നമുക്ക് കുറച്ചൊക്കെ ദേഷ്യം വന്നാലല്ലേ നമ്മൾ പ്രതികരിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹാപ്പി സന്തോഷമായിട്ടിരിക്കുന്നത് ഇസ് നോട്ട് ദ ഗോൾ, ഇല്ലേ? അവർ ഗോൾ ഇസ് to become healthy. അപ്പോൾ healthy nervous system or a healthy brain is when we know our children and as adults നമുക്ക് അറിയണം ആങ്സൈറ്റീസ് വരുമ്പം അത് എങ്ങനെ റിലീസ് ചെയ്യണം, അത് എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് സപ്പോസ് വലുതായി സങ്കടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സങ്കടങ്ങൾ എങ്ങനെ പറയാൻ പറ്റണം, ഹൗ ക്യാൻ ബി എക്സ്പ്രസ് ഓർ റിലീസ് ദിസ് എനർജി ഓർ വാട്ട് വി കോൾ ആസ് ഇമോഷണൽ ഹൈജീൻ എക്സസൈസസ് എന്ന് പറയും. ഈ ഫിസിക്കൽ ഹൈജീൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എനർജി കിട്ടുമ്പം നമ്മൾ എന്ത് ചെയ്യും? എക്സ്ക്രീറ്റും ചെയ്യില്ലേ, നമ്മൾ റിലീസും ചെയ്യില്ലേ? എല്ലാ ദിവസവും വി യൂറിനേറ്റ് ആൻഡ് ഡിഫിക്കേറ്റ്. നമ്മൾക്ക് അതിൻ്റേതായിട്ടൊരു സ്ഥലമുണ്ട്. വി ഗോ ടു ദ ടോയ്ലറ്റ്. കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരുപാട് ടോയ്ലറ്റ് ഹൈജീൻ പഠിപ്പിക്കും. ബട്ട് വി ഗെറ്റ് എനർജി ഫ്രം ദ ഫുഡ്. Similarly, emotions are energy that we get with whatever is happening around us, and it is necessary. അപ്പോൾ അതേപോലെ ഇമോഷണൽ ഹൈജീൻ എക്സസൈസസോ സ്ട്രാറ്റജീസോ ഒന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല. പക്ഷെ ഫിസിക്കൽ ഹൈജീൻ കുഞ്ഞു നാളെ തൊട്ടേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കൈ കഴുകണം, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകണം, ഫ്ലഷ് ചെയ്യണം. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് വി ടീച്ച് ചിൽഡ്രൻ അബൌട്ട് പ്രൈവസി, അബൌട്ട് ഡോർ അടയ്ക്കണം, സോ മെനി തിങ്സ് യുനോ. ആൻഡ് ഇറ്റ് ഈസ്, അത് നമ്മൾ ഷീ അയ്യേ എന്നൊന്നും പറയില്ല. എന്നും ടോയ്ലറ്റിൽ പോകുമല്ലേ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാണ്ടിരിക്കുമോ? സോ സിമിലർലി വിത്ത് ഇമോഷൻസ് ഓൾസോ, if we can all raise our children and also even with the adults who are unfortunately still stuck in child body where they are struggling to release these emotions. So adult issues varumbo like anxiety, depression or relationship issues varumbam ഒരാള് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നു, മറ്റേ ആളാണെങ്കിൽ അതിൽ നിന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നു, കൺസോളിങ് ഉപദേശം ഒക്കെ വരുമ്പം ഈ വികാരങ്ങൾ ഒരു സേഫ് നോൺ ജഡ്ജ്മെന്റൽ സ്പേസിലേക്ക് ഒന്ന് വയ്ക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല. വി ഡോണ്ട് അലവ് ദി എക്സ്പ്രഷൻ ഓഫ് ദിസ് ഇമോഷൻസ്. ലെറ്റ് ദം എക്സ്പ്രസ് ഫസ്റ്റ്, വെയിറ്റ് ഫോർ സം ടൈം. അത് പുറത്തേക്ക് വന്നതിന് ശേഷം അതൊന്ന് സമാധാനമായി കഴിയുമ്പോൾ then you can say that yes, I am safe and I am loved. പിന്നെയാണ് ഓക്കെ, സോ വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദിസ്, ഹൗ ക്യാൻ ഐ റീസൺ അബൌട്ട് ഇറ്റ്. അത് മൂന്നാമത്തെ ലെവൽ ഓഫ് ദ ബ്രെയിനിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഈ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അവർ അനുവദിച്ച് അവരെ ആ വികാരം റെഗുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ വേഗം രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, ഓർ ഇഫ് വി ട്രൈ ടു പ്രൊട്ടക്ട് ദം ഫ്രം ദീസ് ഇമോഷൻസ്,
ചിൽഡ്രൻ വിൽ നെവർ ലേൺ ഹൗ ടു സെൽഫ് റെഗുലേറ്റ്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ ശരിയാണ്, നമുക്ക് കോ റെഗുലേറ്റ് ചെയ്യണം. കോ റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നിന്നാൽ മതി, നമ്മൾ അവരെ രക്ഷപ്പെടുത്തുന്നില്ല. ബട്ട് വി ജസ്റ്റ് ഹാവ് ടു ഗിവ് ദം ദ മെസ്സേജ് ദറ്റ് വി ആർ വിത്ത് യു ഇൻ യുവർ ഇമോഷൻ. ഇപ്പം എനിക്ക് പേടി എന്ന് പറഞ്ഞ് വരുമ്പം ഐ അണ്ടർസ്റ്റാൻഡ്, അക്സെപ്റ്റ് ദ ഇമോഷൻ. Love the child to talk about anxiety or sadness or anger. അവർ പറയട്ടെ. അല്ലെങ്കിൽ അവർ, ചില കുട്ടികൾ പറയാൻ കമ്മ്യൂണിക്കേഷൻ ഫുള്ളായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ വാക്കുകൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ബിഹേവിയേഴ്സ് ആയിട്ടായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ ഇതൊരു എനർജി റിലീസാണ് അവിടെ ചെയ്യണത്. ആ റിലീസ് ചെയ്യുന്ന രീതികളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. സപ്പോസ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി സേഫ് അല്ല, അല്ലെങ്കിൽ അൺഹെൽത്തി അല്ല, അതിൽ ആർക്കെങ്കിലും ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാവണോ, അല്ലെങ്കിൽ അവനവനെ ഹാം ചെയ്യണു, വേറൊരാളെ ഹാം ചെയ്യണു, അല്ലെങ്കിൽ എൻവയൺമെൻറ്റോ പ്രോപ്പർട്ടി ഹാം ചെയ്യുകയാണെങ്കിൽ യെസ്, നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല, ആൻഡ് ദേ ജസ്റ്റ് ക്രൈയിങ്, സ്ക്രീമിങ് ആൻഡ് getting the energy out of them. Allow them to do that. Take them first, let them know that you are safe with me. അല്ലെങ്കിൽ അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഈവൻ ബി adults who just want to release. Allow them to vent and speak. അത് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ കുറേ അവർ റെഗുലേറ്റഡ് ആയി കഴിയുമ്പം then you say, I still love you. ആ ലവ് എന്നുള്ളത്, യു ആർ സ്റ്റിൽ ലവ്ഡ്. ഇത്രയും വികാരങ്ങളുണ്ടെങ്കിലും, ഈ സങ്കടവും ഈ ആങ്സൈറ്റിയും വെച്ചിട്ട് യു ആർ സ്റ്റിൽ ലവ്ഡ്, യു ആർ സ്റ്റിൽ ട്രസ്റ്റഡ്. അതും അവർക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ then we can teach them how, we can educate them. we can start thinking എന്ത് ഇവൻ്റ് ആയിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷനോ ചിന്തകളോ റീസണിങ്ങോ ഒക്കെ ചെയ്യാം. ബട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് allow the emotion to release. Exactly like how we എന്താ പറയുക, ഇമോഷണൽ ഹൈജീൻ ഇസ് എക്സാക്ട്ലി ലൈക്ക് ഹൗ വി ട്രെയിൻ ourselves ഫോർ ടോയ്ലറ്റ്. ഇത് നമുക്ക് ദേഹത്തിൽ നിന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് നമ്മുടെ ബോഡി നമ്മളുടെ അടുത്ത് പറയുമ്പം വി ഗോ. നമുക്ക് അതിനൊരു സേഫ് സ്പേസ് ഉണ്ട്, ഒരു പ്രൈവറ്റ് സ്പേസിൽ പോയി നമ്മൾ റിലീസ് ചെയ്യും. എന്നും കുറച്ച് നാൾ കഴിയുമ്പം നമ്മളത് ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ചില സമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ കൂടുതൽ പോകേണ്ടി വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിൻ്റർ സീസൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ യെസ് വി മൈറ്റ് ഹാവ് ടു റിലീസ് മോർ. പിന്നെ അത് ചെയ്യുമ്പോൾ കുറച്ച് നാൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യും. ലൈക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ടോയ്ലറ്റിൽ പോകുക, അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോകും. വി സ്റ്റാർട്ട് ബിൽഡിങ് ദിസ് ഹൈജീൻ എക്സസൈസ് ഇൻ ടു അവർ റുട്ടീൻ. പക്ഷെ ഇതൊന്നും നമ്മൾ വികാരങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല. വി ഡോണ്ട് ഡു ദാറ്റ് ഫോർ അവർ നെർവസ് സിസ്റ്റം, ബട്ട് വി ഡു ദാറ്റ് വിത്ത് അവർ എക്സ്ക്രീറ്ററി സിസ്റ്റം. വി ടേക്ക് കെയർ. സോ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇൻ ദ സെക്കൻഡ് ഇതിൽ പറഞ്ഞ പോലെ ഈ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നമ്മൾ ഒരേ രീതിയിൽ ഹൈജീൻ കാണുവാണെങ്കിൽ വി വിൽ ഡു ദ സെയിം തിങ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി we don't teach any of the children. This should start ideally in preschool. So ഈ വികാരങ്ങൾ, first step is to allow the child to release the anxiety, talk about the anxiety or express the anxiety. Give that safe space. അത് പറയട്ടെ, അല്ലെങ്കിൽ അത് കാണിക്കട്ടെ. സേഫ് ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അത് സേഫായിട്ട് തീർന്നു കഴിയുമ്പം സ്റ്റിൽ സേ ദാറ്റ് കം, can I hug you? Basically touch, I am still there, you are still loved. അതും അവർ ഓക്കെ ആയി നമ്മളുടെ അടുത്തേക്ക് വന്ന് കണക്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തേർഡ് സ്റ്റെപ്പേ ഉള്ളൂ. ലെറ്റ്സ് ലേൺ ഫ്രം ദിസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ളത് is only the third step. So the first step is let them get it out of you. This is the same not just for children. കുട്ടികൾ ഇത് പഠിച്ചിട്ടില്ല, നമ്മൾ അവരെ വേഗം അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. യോ കരയല്ലേ, ഡോണ്ട് ക്രൈ ആൻഡ് ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻസ് ബിഫോർ അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് മുമ്പ്, അവർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ ലേണിങ്ങിലേക്കും പഠിപ്പിക്കാനിട്ട് അത് അങ്ങനെയല്ലേ, എന്തിനാ കരയണേ, എന്തിനാ ദേഷ്യപ്പെടണേ, എന്തിനാ പേടിക്കണേ. ഇഫ് യു ട്രൈ ടു ഡിസ്മിസ് ദ ഇമോഷൻസ് വെൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, കുട്ടികൾ എങ്ങനെയാ സെൽഫ് റെഗുലേഷൻ പഠിക്കണേ? സോ കോ റെഗുലേഷൻ ഓർ കൂടെ ഇരിക്കണമെങ്കിൽ ജസ്റ്റ് ബി വിത്ത് ദെം while they are talking and provide that space for them to release it. പക്ഷെ ആ സമയത്ത് ശരിയാണ്, ചിലപ്പോൾ അവരുടെ വാക്കുകളൊക്കെ ഭയങ്കര ബ്ലെയിം ഷെയിം ഒക്കെ ആയിട്ട് നമ്മൾക്ക് നേരെയായിട്ട് കൊള്ളുന്ന പോലെ വരുമായിരിക്കും. പക്ഷെ അതൊന്ന് തീരട്ടെ, അത് കഴിയുമ്പോൾ we can go to the third stage. Now if we raise children like this, but
മോസ്റ്റ് ചിൽഡ്രൻ ആർ നോട്ട് റേസ്ഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ദേഷ്യം വരും. കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പം നമ്മളുടെ വികാരവും കുഞ്ഞിൻ്റെ വികാരവും എല്ലാം കൂടെ ഇറ്റ് ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ജസ്റ്റ് ബിക്കംസ് മോർ മെസ്സിയർ. ഇങ്ങനെ വളർന്നു വരുന്ന വീടുകളിലും ഒക്കെയാണ് വെൻ വി വർക്ക് വിത്ത് മാരേജ് ഓർ വിത്തിൻ പാർട്ട്നേഴ്സ് ഓർ റിലേഷൻഷിപ്സിൽ വരുമ്പോഴും ഒരു പാർട്ട്ണർക്ക് ഒരു വികാരം വന്നു കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർക്കും സെയിം വികാരം. ബോത്ത് സ്റ്റാർട്ട് കോ എസ്കലേഷൻ. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് കുഞ്ഞുനാളിൽ പഠിച്ചിട്ടില്ല ഹൗ ടു ടോക്ക് അബൌട്ട് ദീസ് ഇമോഷൻസ്. വി ആർ നോട്ട് ടീച്ചിങ് ബിക്കോസ് പേരൻസിനെയും ആരും പഠിപ്പിക്കുന്നില്ല, കുട്ടികളെ ആരും പഠിപ്പിക്കുന്നില്ല, ടീച്ചേഴ്സിനെ ആരും പഠിപ്പിക്കുന്നില്ല. നോബഡി ടോക്സ് അബൌട്ട് ഇമോഷണൽ ഹൈജീൻ എക്സസൈസസ്. സോ ദിസ് ഇസ് എ ക്വിക്ക് session to just say that the first step is to give a safe space as long and make sure that the child is safe. When the child or adult, whoever is safe ആണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക. allow the emotions or അനുവദിക്കുക അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. Now ഇത് എന്തുകൊണ്ടൊക്കെ വരാം, അനുവദിക്കുന്നത് എങ്ങനെയാ, ഏതൊക്കെ രീതിയിൽ അനുവദിക്കാം, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്, എങ്ങനെയാ ഇതിനെ പഠിപ്പിക്കുന്നത്, ഹൗ ടു റീഡയറക്ട്, ഓൾ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. സോ ടുഡേസ് ബിഗ് ടേക്ക് അവേ ഈസ് ഇമോഷൻ ഇസ് എനർജി. ഇമോഷണൽ ഹൈജീൻ ആണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഇസ് ഡിറ്റോ ലൈക്ക് ടോയ്ലറ്റ് ഹൈജീൻ. യു വിൽ ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി ആസ് ആങ്സൈറ്റി അൺസേഫ്. വി നീഡ് ടു റിലീസ് ഇറ്റ്. റിലീസ് ചെയ്യുമ്പോൾ ഒരു സേഫ് സ്പേസ് വേണം, ഒരു ലവിങ് സ്പേസ് വേണം. എന്നിട്ടേ നമുക്ക് ലേണിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഉപദേശമൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ബട്ട് വെയിറ്റ്, ഫസ്റ്റ് ലെറ്റ് ഇറ്റ് come out. Okay, so thank you so much for watching. Next video will be more about how these anxieties comes. എന്തായിരിക്കും ഈ അൺസേഫ് ആയിട്ട് കുട്ടികൾക്കോ അഡൽട്സിനോ തോന്നുന്നത് എന്നുള്ളത് we will discuss more on that. Thank you for viewing and like, share and subscribe. Thank you so much.